ഹലോ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ എന്ന ഷോർട്ട് സ്റ്റോറിയുടെ ബാക്കി ഭാഗമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്തത് നമ്മളുടെ നറേറ്റർ ഒരു ബനിയൻ ട്രീയുടെ മുകളിലിരുന്ന് എന്നും ഓർത്തിരിക്കാൻ പാകത്തിന് എന്തോ ഒരു സംഭവം കണ്ടു എന്ന് പറയുന്നു. അവിടെ വെച്ചാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തത്. അതിൻ്റെ ബാക്കി ഭാഗമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് സ്റ്റോറിയിലേക്ക് കടക്കാം. That was the time I saw a mongoose and a cobra fight to death in the garden while I sat directly above them in the banyan tree. അദ്ദേഹം കണ്ട സംഭവം എന്താണെന്നാണ് ഇതിൽ പറയുന്നത്. അതായത് മംഗൂസ് എന്ന് പറഞ്ഞാൽ കീരി, കോബ്ര എന്ന് പറഞ്ഞാൽ മൂർഖൻ. അതായത് പൂന്തോട്ടത്തിൽ ഒരു കീരിയും ഒരു മൂർഖനും തമ്മിലുള്ളൊരു മരണ പോരാട്ടം, അതാണ് അദ്ദേഹം അവിടെ കണ്ടത്. അദ്ദേഹം മരത്തിൻ്റെ മുകളിലിരുന്ന് കണ്ട ഒരു സംഭവം എന്ന് പറയുന്നത് അതായിരുന്നു. ഇറ്റ് വാസ് ആൻ ഏപ്രിൽ ആഫ്റ്റർനൂൺ. അതൊരു ഏപ്രിൽ മാസത്തിലെ ഉച്ചയ്ക്ക് ശേഷമുള്ള ഒരു സമയമായിരുന്നു. ആൻഡ് ദ വോം ബ്രീസസ് ഓഫ് അപ്രോച്ചിങ് സമ്മർ ഹാഡ് സെൻറ്റ് എവ്രി വൺ ഇൻക്ലൂഡിങ് ഗ്രാൻഡ് ഫാദർ ഇൻഡോർസ്. അതായത് അടുത്തുകൊണ്ടിരിക്കുന്ന വേനൽക്കാലത്തിൻ്റെ ചൂട് കാരണം മുത്തച്ഛനും ബാക്കിയുള്ളവരെല്ലാം വീടിനകത്തായിരുന്നു. ഐ വാസ് ഫീലിംഗ് ഡ്രൗസി മൈസെൽഫ്. എനിക്കും ഉറക്കം വരുന്നുണ്ടായിരുന്നു, എനിക്കും മയക്കം തോന്നുന്നുണ്ടായിരുന്നു. ഡ്രൗസി എന്ന് പറഞ്ഞാൽ മയക്കം. ആൻഡ് വാസ് വണ്ടറിങ് ഇഫ് ഐ ഷുഡ് ഗോ ടു ദ പോണ്ട് ബിഹൈൻഡ് ദ ഹൗസ് ഫോർ എ സ്വിം. വീടിൻ്റെ പുറകിലുള്ള കുളത്തിൽ പോയൊന്ന് നീന്തിയാലോ എന്നൊക്കെ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അത്. വെൻ ഐ സോ എ ഹ്യൂജ് ബ്ലാക്ക് കോബ്ര ഗ്ലൈഡിങ് ഔട്ട് ഓഫ് എ ക്ലംപ് ഓഫ് കാക്ടസ് ആൻഡ് മേക്കിംഗ് ഫോർ സം കൂളർ പാർട്ട് ഓഫ് ദ ഗാർഡൻ. അപ്പോഴാണ് മുൾച്ചെടികൾക്കിടയിലൂടെ ഒരു വലിയൊരു മൂർഖൻ ഇഴഞ്ഞു വന്ന് ഗാർഡനിലെ തണുപ്പുള്ള ഭാഗത്തേക്ക് പോകുന്നത് ഞാൻ കണ്ടത്. അറ്റ് ദ സെയിം ടൈം എ മംഗൂസ് whom I had often seen emerged from the bushes and went straight for the cobra. അതായത് അപ്പം തന്നെ അയാൾ എന്താ കണ്ടത്? അവനെന്താ കണ്ടു? ഒരു മംഗൂസ്, ഒരു കീരി. whom I had often seen, അവനെ ഞാൻ മിക്കവാറും കണ്ടിട്ടുണ്ട് ഇവിടെ. emerged from the bushes, അതായത് കുറ്റിച്ചെടികൾക്കിടയിലൂടെ അവിടുന്ന് ഒരു കീരി വന്നു. അത് നേരെ കോബ്രേനെ ആക്രമിക്കാനായിട്ട് പോവാണ്. In a clearing beneath the tree, in bright sunshine, they came face to face. അതായത് ആ മരത്തിനടുത്തുള്ള ഒരു തുറസായ നല്ല വെയിലുള്ള സ്ഥലത്ത് രണ്ടുപേരും മുഖാമുഖം വന്നു. Cobra knew only too well that the grey mongoose, 3 feet long, was a super fighter, clever and aggressive. അതായത് ഈ മൂർഖന് മനസ്സിലായി ഈ മംഗൂസ് കീരി ഭയങ്കര അഗ്രസീവ് എന്ന് പറഞ്ഞാൽ ആക്രമണകാരിയായിട്ടുള്ള ഒരാളാണ് എന്ന്, ഭയങ്കര തന്ത്രശാലിയായിട്ടുള്ള ഒരാളാണെന്ന് ഈ കോബ്രക്ക് നന്നായിട്ട് അറിയാം. ബട്ട് ദ കോബ്ര വാസ് സ്കിൽഫുൾ ആൻഡ് എക്സ്പീരിയൻസ്ഡ് ഫൈറ്റർ ടു. അതായത് കോബ്രയും ഒട്ടും മോശമല്ല, അവനും നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ളൊരു പോരാളി തന്നെയാണ്. ഹി കുഡ് മൂവ് സ്വിഫ്റ്റ്ലി ആൻഡ് സ്ട്രൈക്ക് വിത്ത് ദ സ്പീഡ് ഓഫ് ലൈറ്റ്. അതായത് ഒരു മിന്നൽ വേഗത്തിൽ തന്നെ അവന് എന്ത് ചെയ്യാൻ പറ്റും? മൂവ് ചെയ്യുന്ന വേഗം ചെന്ന് കൊത്താൻ പറ്റും. ആൻഡ് ദ സാക്സ് ബിഹൈൻഡ് ഹിസ് ലോങ് ഷാർപ്പ് ഫാങ്സ് വർ ഫുൾ ഓഫ് ഡെഡ്ലി വെനം. അവൻ്റെ കൂർത്ത വിഷപ്പല്ലുകൾക്ക് പിറകിലുള്ള അറയിൽ നിറയെ വിഷം നിറഞ്ഞിരിക്കുകയാണ്. സാക്ക് എന്ന് പറഞ്ഞാൽ അറ, ഫാങ് എന്ന് പറഞ്ഞാൽ വിഷപ്പല്ല്. ഇറ്റ് വാസ് ടു ബി എ ബാറ്റിൽ ഓഫ് ചാമ്പ്യൻസ്. ഇതൊരു വീരശൂര പോരാളികളുടെ ഒരു പോരാട്ടം തന്നെയാണ്. ഹിസ്സിങ് ഡിഫിയൻസ് എന്ന് പറഞ്ഞാൽ ധാർഷ്ട്യം. ഹിസ്സിങ് എന്ന് പറഞ്ഞാൽ ചീറ്റിക്കൊണ്ട്. ഹിസ് ഫോക്ക് ടങ് ഡാർട്ടിങ് ഇൻ ആൻഡ് ഔട്ട്. അവൻ്റെ രണ്ടായി പിളർന്ന നാവ് അകത്തേക്കും പുറത്തേക്കും കെട്ടുകൊണ്ട് ദ കോബ്ര റേസ് 3 of his 6 feet ഓഫ് ദ ഗ്രൗണ്ട്. അവൻ അവൻ്റെ 6 അടി ശരീരത്തിൻ്റെ 3 അടിയും തറയുന്ന ഉയർത്തിങ്ങനെ നിൽക്കുകയാണ്. എങ്ങനെ? ആൻഡ് സ്പ്രെഡ് ഹിസ് ബ്രോഡ് സ്പെക്ടക്കിൾഡ് ഹുഡ്. അതായത് അവൻ്റെ പത്തിയൊക്കെ വിടർത്തി ഇങ്ങനെ നിൽക്കുകയാണ്. ദ മംഗൂസ് ബഷ് ഹിസ് സ്റ്റൈൽ. മംഗൂസ് എന്ത് ചെയ്ത്? കീരി അവൻ്റെ വാലൊക്കെ വിടർത്തി നിന്നു. ദ ലോങ് ഹെയർ ഓൺ ഹിസ് സ്പൈൻ സ്റ്റുഡ് അപ്പ്. അവൻ്റെ മുതുകത്തുള്ള ലോങ് ഹെയർ രോമങ്ങളൊക്കെ എഴുന്നേൽക്കുകയാണ്. ഇൻ ദ പാസ്റ്റ് ദ വെരി തിക്നെസ് ഓഫ് ഹിസ് ഹെയർ ഹാഡ് സേവ്ഡ് ഹിം ഫ്രം ബൈറ്റ്സ് ദാറ്റ് വുഡ് ഹാവ് ബീൻ ഫേറ്റൽ ടു അതേഴ്സ്. അതായത് മുമ്പൊക്കെ ഇവനെ ഈ മാരകമായിട്ടുള്ള ഈ പാമ്പിൻ്റെ കടിയിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തിയത് എന്താണ്? ഈ രോമങ്ങളാണെന്നാണ് പറയുന്നത്. Though the combatants were unaware of my presence in the banyan tree, they soon became aware of the arrival of
2 other spectators. അതായത് കോമ്പറ്റൻസ് എന്ന് പറഞ്ഞാൽ പോരാളികൾക്ക് ഞാൻ ഈ മരത്തിന് മുകളിലിരുന്ന് ഇതൊക്കെ കാണുന്നത് അവർക്കറിയില്ലായിരുന്നു. പക്ഷേ പുതിയ 2 കാണികൾ വന്നത് അവർക്ക് മനസ്സിലായി. ആ കാണികൾ ആരൊക്കെയാണ്? വൺ വാസ് എ മൈന ആൻഡ് ദ അതർ എ ജംഗിൾ ക്രോ. ഒരെണ്ണം എന്ന് പറയുന്നത് ഒരു മൈനയായിരുന്നു, മറ്റേതൊരു കാട്ടുകാക്കയായിരുന്നു. നോട്ട് ദ വിലീവ് അർബൻ ക്രോ, അതായത് പട്ടണങ്ങളിലുള്ള കാക്കകളെ പോലെ അത്ര തന്ത്രശാലിയൊന്നും അല്ലാത്ത ഒരു കാട്ടുകാക്ക. They had seen these preparations for battle and had settled on the cactus to watch the outcome. അവർ ഈ യുദ്ധത്തിനുള്ള പുറപ്പാടൊക്കെ കണ്ട് ഇത് എന്താവും ഇതിൻ്റെ ഫലം എന്ന് നോക്കാമെന്ന് ഓർത്ത് അവരെവിടെ കയറിയിരിക്കുക? കാക്ടസിൽ, മുൾച്ചെടിയിൽ കയറിയിരിക്കുകയാണ്. Had they been content only to watch, all would have been well with both of them. അവരിത് ജസ്റ്റ് കാഴ്ചക്കാരായിട്ട് നിന്നിരുന്നെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്കും നല്ലതായിരുന്നു എന്നാണ് പറയുന്നത്. The cobra stood on the defensive, swaying slowly from side to side, trying to mesmerize the mongoose into marking a false move. മൂർഖനാണെങ്കിൽ ഇതൊക്കെ പ്രതിരോധിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അതായത് കീരിയെ കൊണ്ട് തെറ്റായിട്ടുള്ളൊരു മുന്നേറ്റം നടത്താമെന്നുള്ളത്, അതായത് തെറ്റായ വശത്തേക്ക് ചലിപ്പിക്കാമെന്ന് ഓർത്ത് പാമ്പ് എന്ത് ചെയ്ത് ഒരു വശത്തു നിന്ന് മറ്റൊരു വശത്തേക്ക് ഇങ്ങനെ ഇളകിയാടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് സ്വേയിങ് എന്ന് പറഞ്ഞാൽ ഇളകിയാടുക. But the mongoose knew the power of his opponent's glassy, unwinking eyes and refused to meet them. അതായത് കീരി ബുദ്ധിശാലിയായിരുന്നു. അവനെന്താ അറിയുക? ഈ മംഗൂസിന് എന്താ അറിയുക? പവർ ഓഫ് ഹിസ് ഒപ്പോണൻറ്റ്സ് ഗ്ലാസി എന്ന് പറഞ്ഞാൽ തിളങ്ങുന്ന, അൺവിങ്ങിങ് ഐസ് എന്ന് പറഞ്ഞാൽ ഇമ ചിമ്മാത്ത കണ്ണുകൾ. അതായത് തൻ്റെ എതിരാളിയുടെ ഈ തിളങ്ങുന്ന ഇമ ചിമ്മാത്ത കണ്ണുകളുടെ ശക്തിയെക്കുറിച്ച് ഈ കീരിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ കീരി എന്ത് ചെയ്തു? പാമ്പിൻ്റെ കണ്ണിലേക്ക് നോക്കിയില്ല. ഇൻസ്റ്റെഡ് ഹി ഫിക്സ്ഡ് ഹിസ് ഗേസ് അറ്റ് എ പോയിന്റ് ജസ്റ്റ് ബിലോ ദ കോബ്രാസ് ഹുഡ് ആൻഡ് ഓപ്പൺ ദ അറ്റാക്ക്. പകരം പാമ്പിൻ്റെ പത്തിക്ക് തൊട്ട് താഴെ നോട്ട് ഉറപ്പിച്ചുകൊണ്ട് കീരി ആക്രമണം തുടങ്ങി. അതായത് പാമ്പിൻ്റെ പത്തിയാണ് ഹുഡ് എന്ന് പറയുന്നത്. ഹുഡ് എന്ന് പറഞ്ഞാൽ പത്തി, ഗേസ് എന്ന് പറഞ്ഞാൽ നോട്ടം. എന്നിട്ട് ഇവൻ പത്തിയുടെ താഴെ നോക്കിയിട്ട് ആക്രമിക്കാൻ തുടങ്ങി. മൂവിങ് ഫോർവേഡ് ക്വിക്ക്ലി അണ്ടിൽ ഹി വാസ് ജസ്റ്റ് വിത്തിൻ ദ കോബ്രാസ് റീച്ച് ഹി മെയ്ഡ് എ ഫെയിൻറ്റ് വൺ സൈഡ്. അതായത് കീരി എന്ത് ചെയ്ത് പെട്ടെന്ന് പാമ്പിൻ്റെ ഫ്രണ്ടിലേക്ക് വന്നോലെ അഭിനയിച്ചിട്ട് നേരെ ഒരു സൈഡിലേക്ക് തെന്നി മാറി, അതായത് പാമ്പിനെ പറ്റിക്കാനായിട്ട്. ഇമ്മീഡിയറ്റ്ലി ദ കോബ്ര സ്ട്രക്ക്, പെട്ടെന്ന് തന്നെ ഈ പാമ്പ് ആഞ്ഞു കൊത്തി. ഹിസ് ഗ്രേറ്റ് ഹുഡ് കെയിം ഡൗൺ സോ സ്വിഫ്റ്റ്ലി ദാറ്റ് ഐ തോട്ട് നത്തിങ് കുഡ് സേവ് ദ മംഗൂസ്. അതായത് അവൻ്റെ പത്തി പെട്ടെന്നാണ് ഇങ്ങനെ താഴ്ന്നു വന്നത്. അപ്പം ഞാനോർത്തു, അയ്യോ ഇനി കീരിനെ ആരും രക്ഷിക്കാൻ പറ്റില്ല, നമുക്ക് ഇനി കീരി ഒരിക്കലും രക്ഷപ്പെടില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. ബട്ട് ദ ലിറ്റിൽ ഫെലോ ജംപ് നീറ്റ്ലി ടു വൺ സൈഡ്. പക്ഷേ കീരി ബുദ്ധിമാനായിരുന്നു, അവൻ പെട്ടെന്ന് ഒരു സൈഡിലേക്ക് തെന്നി മാറി. എന്നിട്ടോ ആൻഡ് ഡാർട്ടഡ് ഇൻ ആസ് സ്വിഫ്റ്റ്ലി ആസ് ദ കോബ്ര. പെട്ടെന്ന് തെന്നി മാറിയിട്ട് എന്ത് ചെയ്തു? ബൈറ്റിംഗ് ദ സ്നേക്ക് ഓൺ ദ ബാക്ക് ആൻഡ് ഡാർട്ടിങ് അവേ അഗെയിൻ ഔട്ട് ഓഫ് റീച്ച്. തെന്നി മാറി അതേ വേഗത്തിൽ തന്നെ പാമ്പിൻ്റെ പുറത്ത് ചാടിയിരുന്നു. എന്നിട്ട് അവനെ കടിച്ചിട്ട് വേഗം അവിടുന്ന് മാറിയിരുന്നു. The moment the cobra struck, the crow and the myna hurled themselves at him, only to collide heavily in mid-air. Shrieking at each other, they returned to the cactus plant. അപ്പോൾ ഈ കോബ്ര ഇതിനെ കൊത്താൻ പോയില്ലേ, കീരിനെ കൊത്താൻ പോയ ആ സമയത്ത് തന്നെ നമ്മുടെ ക്രോയും മൈനയും കൂടി എന്ത് ചെയ്ത് പെട്ടെന്ന് പാമ്പിൻ്റെ നേരെ ഇങ്ങനെ കുതിച്ച് നിന്ന്. പക്ഷേ എന്തു പറ്റി? ഇവർ രണ്ടുപേരും കൂടി കൂട്ടിയിടിച്ച് പെട്ടെന്ന് വേദന കൊണ്ട് കരഞ്ഞവർ നേരെ തന്നെ മുൾച്ചെടിയിലേക്ക് തന്നെ തിരിച്ചുപോയി. A few drops of blood glistened on the cobra's back. അതായത് ഈ കോബ്രയുടെ പുറത്ത് എന്തു പറ്റി? കുറച്ച് ചോരൊക്കെ പൊടിഞ്ഞ് അത് ഗ്ലിസൻ എന്ന് പറഞ്ഞാൽ തിളങ്ങുക, വെയിലിൽ തിളങ്ങാൻ തുടങ്ങി ആ ചോര. ദ കോബ്ര സ്ട്രക്ക് അഗെയിൻ ആൻഡ് മിസ്ഡ്. പിന്നെ ഈ പാമ്പ് ഒന്നുകൂടി കൊത്താൻ നോക്കി, പക്ഷേ അവന് കൊത്താൻ പറ്റിയില്ല, ലക്ഷ്യം തെറ്റിപ്പോയി. അഗെയിൻ ദ മംഗൂസ് സ്പ്രാങ് അസൈഡ്, ജംപ്ഡ് ഇൻ ആൻഡ് ബിറ്റ്. വീണ്ടും എന്ത് ചെയ്ത് നമ്മുടെ മംഗൂസ് കീരി എന്ത് ചെയ്ത് പിന്നെ തന്ത്രപരമായിട്ട് സ്പ്രാങ് അസൈഡ് എന്ന് പറഞ്ഞാൽ തെന്നി മാറി. എന്നിട്ട് എന്ത് ചെയ്ത് പാമ്പിന് നേരെ പിന്നെയും കടിച്ചു. എന്നിട്ടോ അഗെയിൻ ദ ബേർഡ്സ് ഡൈവ്ഡ് അറ്റ് ദ സ്നേക്ക്, ബംപ്ഡ് ഇൻ ടു ഈച്ച് അതർ ഇൻസ്റ്റെഡ് ആൻഡ് റിട്ടേൺ ഷ്രീക്കിംഗ് ടു ദ സേഫ്റ്റി ഓഫ് ദ കാക്ടസ്. പിന്നെ ഈ പാമ്പിനെ പിന്നെ ആരാക്രമിക്കാൻ വന്ന ഈ ബേർഡ്സ് പിന്നെ ഈ പാമ്പിന് നേരെ വന്നപ്പോൾ പിന്നെ അവർ രണ്ടുപേരും കൂട്ടിയിടിച്ചു. പിന്നെ നേരെ എന്ത് ചെയ്ത് പിന്നെയും കറങ്ങിയിട്ട് അവർ ഇങ്ങോട്ട് തന്നെ പോയി, മുൾച്ചെടിയിലേക്ക് തന്നെ പോയി. The third round followed the same course as the first, but with one dramatic difference. ഈ മൂന്നാമത്തെ റൗണ്ടും ഈ ആദ്യത്തെ പോലെ തന്നെയായിരുന്നു, പക്ഷേ അതിലൊരു
നാടകീയ രംഗം ഉണ്ടായിരുന്നു. ദ ക്രോ ആൻഡ് ദ മൈന സ്റ്റിൽ ഡിറ്റർമിൻ ടു ടേക്ക് പാർട്ട് ഇൻ ദ പ്രൊസീഡിങ്സ്. ക്രോയും മൈന വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. അവർ പിന്നെ ഇതിലേക്ക് തന്നെ വന്നു. ഡൈവ്ഡ് അറ്റ് ദ കോബ്ര ബട്ട് ദിസ് ടൈം ദേ മിസ്ഡ് ഈച്ച് അതർ ആസ് വെൽ ആസ് ദെയർ മാർക്ക്. അവർ നേരെ പാമ്പിൻ്റെ നേരെ വന്നു. പക്ഷേ ഇത്തവണ അവർ രണ്ടുപേരും കൂട്ടിയിടിച്ചില്ല. പക്ഷേ ദ മൈന ഫ്ലൂ ഓൺ ആൻഡ് റീച്ച് ഹിസ് പെർച്ച്. മൈന നേരെ പറന്ന് നിന്നിട്ട് അവൻ്റെ ഇരിപ്പിടത്തിലേക്ക് തന്നെ പോയി. ബട്ട് ദ ക്രോ ട്രൈഡ് ടു പുൾ അപ്പ് ഇൻ മിഡ് എയർ ആൻഡ് ടേൺ ബാക്ക്. ക്രോ എന്ത് ചെയ്ത് അന്തരീക്ഷത്തിൽ പകുതി വരെ പോയിട്ട് തിരിഞ്ഞു വരാൻ നോക്കിയപ്പോഴത്തേക്ക് എന്ത് പറ്റി? ഇൻ ദ സെക്കൻഡ് ദാറ്റ് ഇറ്റ് ടുക്ക് ഹിം ടു ഡൂ ദിസ്, അവനപ്പം ചെയ്യാൻ നോക്കിയപ്പോൾ തന്നെ ദ കോബ്ര വിപ്ഡ് ഹിസ് ഹെഡ് ബാക്ക് ആൻഡ് സ്ട്രക്ക് വിത്ത് ഗ്രേറ്റ് ഫോഴ്സ് ഹിസ് സ്നൗട്ട് തട്ടിങ് അഗെയിൻസ്റ്റ് ദ ക്രോസ് ബോഡി. അവൻ എന്ത് ചെയ്ത് തിരിച്ച് നമ്മുടെ കാക്കേനെ തലയും കൊണ്ട് ആക്രമിച്ചു. I saw the bird flung nearly 20 feet across the garden, where after fluttering about for a while, it lay still. അപ്പോൾ ഈ ഗാർഡന് കുറുകെ ഏകദേശം ഒരു 20 അടി അകലത്തേക്ക് നമ്മുടെ കാക്ക തെറിച്ച് പോയത് ഞാൻ കണ്ടു. എന്നിട്ട് അവിടെ അല്പനേരം അതിങ്ങനെ കിടന്ന് പിടഞ്ഞിട്ട് പിന്നെ ലേ സ്റ്റിൽ, നിശ്ചലായി, അത് മരണപ്പെട്ടു. ദ മൈന റിമൈൻഡ് ഓൺ ദ കാക്ടസ് പ്ലാന്റ്. മൈന മുൾച്ചെടി തന്നെ ഇങ്ങനെ ഇരുന്നു. വെരി വൈസ്ലി റിഫ്രെയിൻ ഫ്രം ഇൻ്റർഫിയറിങ് അഗെയിൻ. അവൻ എന്ത് ചെയ്ത് പിന്നീട് ആ പോരാട്ടത്തിലൊന്നും പങ്കെടുക്കാതെ ബുദ്ധിപൂർവ്വം അവൻ നീങ്ങി നിന്നു. ദ കോബ്ര വാസ് വീക്കനിങ് ആൻഡ് ദ മംഗൂസ്, വാക്കിംഗ് ഫിയർലെസ്ലി അപ് ടു ഇറ്റ്, റേസ്ഡ് ഹിംസെൽഫ് ഓൺ ഹിസ് ഷോർട്ട് ലെഗ്സ് ആൻഡ് വിത്ത് ലൈറ്റ്നിങ് സ്നാപ്പ് ഹാഡ് ദ ബിഗ് സ്നേക്ക് ബൈ ദ സ്നൗട്ട്. മൂർഖം പെട്ടെന്ന് വീക്കെൻഡായി, തളർന്നുപോയി. എന്നാൽ കീരി അല്പം പോലും ഭയപ്പാടില്ലാതെ മുന്നോട്ട് വന്നിട്ട് തൻ്റെ കൊച്ചു കാലുകളിൽ ഉയർന്നു നിന്ന് പാമ്പിൻ്റെ തല മിന്നൽ വേഗത്തിൽ തന്നെ വായ്ക്കകത്താക്കി. ദ കോബ്ര writhed and lashed about in a frightening manner and even called itself about the mongoose, but all to no avail. കോബ്ര എന്ത് ചെയ്ത് മൂർഖം വേദന കൊണ്ട് പുളഞ്ഞിട്ട് അവൻ്റെ ശരീരം എന്ത് ചെയ്ത് നിലത്തിട്ട് ഇങ്ങനെ അടിക്കാൻ തുടങ്ങി. എന്നിട്ട് കീരിയുടെ ശരീരത്തിൽ ഇങ്ങനെ ചുറ്റി വരിഞ്ഞു. പക്ഷെ എല്ലാം നിഷ്ഫലമായിരുന്നു. നോ അവയിൽ എന്ന് പറഞ്ഞാൽ എല്ലാം നിഷ്ഫലമായി. ദ ലിറ്റിൽ ഫെലോ ഹങ് ഗ്രിംലി ഓൺ അണ്ടിൽ ദ സ്നേക്ക് ഹാഡ് സീസ്ഡ് ടു സ്ട്രഗിൾ. അതായത് ഈ മൂർഖൻ തൻ്റെ പോരാട്ടം അവസാനിപ്പിക്കണ വരെയും നമ്മുടെ കീരി ഇതിനെ കടിച്ചു പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഹി ദെൻ സ്മെൽറ്റ് along its squaring length and gripping it round the hood dragged it into the bushes. അതായത് നമ്മുടെ കീരി എന്ത് ചെയ്ത് പാമ്പിനെ കടിച്ചു പിടിച്ചേക്കല്ലേ. എന്നിട്ട് അവൻ എന്ത് ചെയ്ത് പിടക്കുന്ന പാമ്പിൻ്റെ ശരീരം ആസകലം ഇങ്ങനെ മണം പിടിച്ചിട്ട് അവൻ്റെ പത്തിയുടെ ഭാഗത്ത് ഒന്നും കൂടി കടിച്ചിട്ട് ഇങ്ങനെ കടിച്ച് വലിച്ച് അവനെ എങ്ങോട്ട് കൊണ്ടുപോയി? കുറ്റിക്കാട്ടിലേക്ക് കൊണ്ടുപോയി. ദ മൈന ഡ്രോപ്ഡ് കോഷ്യസ്ലി ടു ദ ഗ്രൗണ്ട്, ഹോപ്ഡ് അബൌട്ട്, peered into the bushes from a safe distance, and then with a shrill cry of congratulation flew away. അപ്പോൾ നമ്മുടെ മൈന ശ്രദ്ധയോടെ ഇങ്ങനെ താഴേട്ട് വന്നിട്ട് ചാടി നടന്നു വന്ന് സുരക്ഷിതമായിട്ടുള്ള ഒരു അകലത്ത് നിന്നുകൊണ്ട് കുറ്റിക്കാട്ടിലേക്ക് ഇങ്ങനെ എത്തി നോക്കി. എന്നിട്ട് അവൻ എന്ത് ചെയ്ത് കൺഗ്രാജുലേഷൻ പറഞ്ഞ് ഒരു ആർപ്പുവിളിയോടുകൂടി അവനിങ്ങോട്ടോ പറന്നുപോയി. When I had also made a cautious descent from the tree and returned to the house, I told grandfather of the fight I had seen. ഞാനും ശ്രദ്ധയോടുകൂടി മരത്തിൽ നിന്നൊക്കെ ഇറങ്ങി നേരെ വീട്ടിലേക്ക് തിരിച്ചു ചെന്നിട്ട് ഞാനും ഈ നടന്ന സംഭവമൊക്കെ ആരോട് പറഞ്ഞു? ഗ്രാൻഡ് പറഞ്ഞു. ഹി വാസ് പ്ലീസ്ഡ് ദാറ്റ് ദ മംഗൂസ് ഹാഡ് വൺ. അതായത് കീരി ജയിച്ചു എന്ന് പറഞ്ഞപ്പോൾ മുത്തശ്ശന് സന്തോഷമായി. ഹി ഹാഡ് എൻകറേജ്ഡ് ഇറ്റ് ടു ലീവ് ഇൻ ദ ഗാർഡൻ, ടു കീപ്പ് അവേ ദ സ്നേക്സ് ആൻഡ് ഫെഡ് ഇറ്റ് റെഗുലർലി വിത്ത് സ്ക്രാപ്സ് ഫ്രോം ദ കിച്ചൺ. അതായത് അടുക്കളയിൽ നിന്നുള്ള ഭക്ഷണാവശിഷ്ടങ്ങളൊക്കെ കൊടുത്ത് കീരീനെ ഗാർഡനിൽ ജീവിക്കാൻ അനുവദിച്ചിരിക്കുന്നതാണ് ആര്? നമ്മുടെ മുത്തശ്ശൻ. അതായത് പാമ്പിനെ കീരി അകറ്റി നിർത്തുന്നുള്ളൊരു വിശ്വാസമുള്ളത് കൊണ്ട് അദ്ദേഹം അടുക്കളയിലെ വേസ്റ്റ് ഭക്ഷണങ്ങളെല്ലാം ആർക്ക് കൊടുത്തു? കീരിക്ക് കൊടുത്തു. അവനെ ഗാർഡനിൽ നിർത്തിയേക്കാണ്. He had never tried taming it because wild mongoose was more useful than a domesticated one. അതായത് മുത്തച്ഛൻ ഒരിക്കലും ഇതിനെ ഇണക്കാനൊന്നും ശ്രമിച്ചിട്ടില്ല. കാരണം ഇണങ്ങിയ കീരിയേക്കാൾ നല്ലത് നമ്മുടെ വന്യമായിട്ടുള്ള വൈൽഡ് എന്ന് പറഞ്ഞാൽ വന്യമായിട്ടുള്ള കീരികളാണ്. പാമ്പിനെ തുരത്താൻ നല്ലതെന്നാണ് നമ്മുടെ മുത്തശ്ശൻ വിശ്വസിച്ചിരുന്നത്. From the banyan tree, I often saw the mongoose patrolling the four corners of the garden, and once I saw him with an egg in his mouth. I knew he had been in the poultry house, but he hadn't harmed the birds, and I knew grandmother would forgive him
for stealing as long as he kept the snakes away from the house. അതായത് ഗാർഡൻ്റെ 4 മൂലയിലൂടെ ഈ കീരി ഇങ്ങനെ നടന്നു പോകുന്നത് ഞാൻ ആൽമരത്തിൽ നിന്ന് പലവട്ടം കണ്ടിട്ടുണ്ട്. ഒരു ദിവസം ഈ ഒരു കോഴിമുട്ടയും വായിലാക്കി ഇവനിങ്ങനെ നടന്നു പോകുന്നത് കുട്ടി കണ്ടു. അപ്പോൾ അവന് മനസ്സിലായി ഇവൻ കൊള്ളാലോ, ഇവന് പോൾട്രി ഹൗസ് എന്ന് പറഞ്ഞാൽ കോഴിക്കൂട്ടിലേക്കും പോകുന്നുണ്ടല്ലേ എന്ന് മനസ്സിലായി. എന്നാൽ അവൻ ഒരിക്കലും കോഴികളെ ആക്രമിക്കാറില്ല. പാമ്പുകളെ വീട്ടിൽ നിന്ന് തുരത്തുന്നതുകൊണ്ട് തന്നെ ഇവൻ കോഴിമുട്ട മോഷ്ടിച്ചുകൊണ്ട് മുത്തശ്ശി അവനോട് ക്ഷമിക്കുമായിരുന്നു എന്ന് പറയുന്നത്. അതായത് അതൊന്നും അവർക്ക് വിഷയമല്ല, പാമ്പിനെ അകറ്റി നിർത്തുന്നുണ്ടല്ലോ ഇവനെന്ന് ഓർത്തു. മുത്തശ്ശി ഇതെല്ലാം ക്ഷമിക്കും എന്നാണ് ഈ കുട്ടി പറയുന്നത്. The banyan tree was also the setting for what we were to call the strange case of the grey squirrel and the white rat. അതായത് ചാരനിറമുള്ള അണ്ണാൻ്റെയും വെള്ള എലിയുടെയും വിചിത്രമായിട്ടുള്ളൊരു വിശേഷത്തിൻ്റെ ഒരു പശ്ചാത്തലം കൂടി നമ്മളുടെ ഈ ആൽമരത്തിനുണ്ടെന്നാണ് പറയുന്നത്. The white rat was grandfather's. He had bought it from the bazaar for 4 annas, but I would often take it with me into the roots and branches of the old tree. ആ വെള്ള എലി എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ ആയിരുന്നു. അദ്ദേഹം അങ്ങാടിയിൽ നിന്ന് 4 അണയ്ക്ക് വാങ്ങിയതാണ് ഈ എലിയെ. അതായത് ഞാൻ മിക്കപ്പോഴും ഈ എലിയെ എൻ്റെ കൂടെ ആൽമരത്തിലേക്ക് കൊണ്ടുപോകാറുണ്ടെന്നാണ് കുട്ടി പറയുന്നത്. ഇവൻ ആൽമരത്തിലേക്ക് പോകുമ്പോൾ ഈ എലിയും കൂടെ കൂട്ടാറുണ്ടെന്നാണ് പറയുന്നത്. Banyan tree where it soon struck up a friendship with one of the squirrels. അപ്പോൾ ഇങ്ങനെ ഈ കുട്ടി എലിയെ ഇങ്ങനെ കൊണ്ടുപോകുന്നതുകൊണ്ട് ആ ആൽമരത്തിലുണ്ടായിരുന്ന ഒരു അണ്ണാനുമായിട്ട് അവൻ എന്തായി, ഫ്രണ്ട്ഷിപ്പിലായി. They would go off together on little excursions among the branches. അതായത് അവർ മരച്ചില്ലകളിലൂടെയൊക്കെ വിനോദസഞ്ചാരം നടത്താറുണ്ടെന്നാണ് പറയുന്നത്. അതായത് രണ്ടുപേരും കൂടി മരച്ചില്ലകളിലൂടെ എല്ലാം ചാടി നടക്കും. എക്സ്കേർഷൻ എന്ന് പറഞ്ഞാൽ വിനോദസഞ്ചാരമാണ്. അതായത് ഇവർ മരച്ചില്ലകളിലൂടെ എല്ലാം ചാടി നടക്കാറുണ്ടെന്നാണ് പറയുന്നത്. Then the squirrel started building a nest. അങ്ങനെ അണ്ണാനൊരു കൂടുണ്ടാക്കാൻ തുടങ്ങി. At first she tried building it in my pockets, and when I went indoors and changed my clothes, I would find straw and grass falling out. അതായത് ഇവനെ ആദ്യം കൂടുണ്ടാക്കാൻ നോക്കിയത് എൻ്റെ പോക്കറ്റിലായിരുന്നു. അതായത് ഇവൻ വീട്ടിൽ ചെന്ന് ഡ്രസ്സൊക്കെ മാറി നോക്കുമ്പോൾ എന്താ, പോക്കറ്റിൽ നിന്ന് പുല്ലും വൈക്കോലും എല്ലാം താഴെ വീഴുന്നത് ഇവൻ കാണാറുണ്ടായി. Then one day grandmother's knitting was missing. അങ്ങനെ ഇരിക്കുമ്പോൾ മുത്തശ്ശിയുടെ തയ്യൽ സാമഗ്രികളെല്ലാം കാണാതായി. We hunted for it everywhere, but without success. അതായത് ഞങ്ങളിത് എല്ലായിടത്തും അന്വേഷിച്ചു, പക്ഷേ എങ്ങും ഇത് കണ്ടെത്തിയില്ല. നെക്സ്റ്റ് ഡേ I saw something glinting in the hole in the banyan tree. പിറ്റേ ദിവസം ആൽമരത്തിൻ്റെ പൊത്തിയിൽ എന്തോ വസ്തു തിളങ്ങുന്നത് ഞാൻ കണ്ടു. ഗ്ലിൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ തിളങ്ങുക. Going up to investigate, I saw that it was the end of grandmother's steel knitting needle. അപ്പോൾ മുകളിൽ പോയി ചെന്ന് ഞാൻ നോക്കിയപ്പോൾ എന്താ എനിക്ക് മനസ്സിലായി, മുത്തശ്ശിയുടെ തയ്യൽ സൂചിയുടെ ഒരു അഗ്രമായിരുന്നു അത്. On looking further, I discovered that the hole was crammed with knitting. അതായത് ഞാൻ പിന്നെ ശരിക്കും നോക്കിയപ്പോൾ എന്താ, ആ പൊത്ത് മുഴുവൻ തയ്യൽ സാധനങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുക. And amongst the wool were 3 baby squirrels, all of them white. അതിലുണ്ടായിരുന്നൊരു വൂൾ കമ്പിളിക്കൂട്ടത്തിൽ 3 അണ്ണാൻകുഞ്ഞുങ്ങൾ കണ്ടു. അതെല്ലാം വെളുത്ത നിറത്തിലുള്ളതായിരുന്നു. Grandfather had never seen white squirrels before, and we gazed at them in wonder. അതായത് ഗ്രാൻഡ് ഫാദർ ഒരിക്കലും ഇങ്ങനെ വെള്ള അണ്ണാൻകുഞ്ഞുങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. ആൻഡ് വി ഗേസ്ഡ് അറ്റ് ദം ഇൻ വണ്ടർ. ഞങ്ങൾ അവരെ അത്ഭുതത്തോടെ നോക്കി. വി വെയർ പസിൽഡ് ഫോർ സം ടൈം. കുറച്ച് നേരത്തേക്ക് ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല, ഞങ്ങൾ ആശയക്കുഴപ്പത്തിലായി. ബട്ട് വെൻ ഐ മെൻഷൻഡ് ദ വൈറ്റ് റാറ്റ്സ് ഫ്രീക്വൻറ്റ് വിസിറ്റ് ടു ദ ട്രീ, ഗ്രാൻഡ് ടോൾഡ് മീ ദാറ്റ് ദ റാറ്റ് മസ്റ്റ് ബി ദ ഫാദർ. അപ്പോഴാണ് ഞാൻ ഈ വൈറ്റ് റാറ്റ്, വെള്ളയല്ലേ എപ്പോഴും ഈ ആൽമരത്തിൽ പോണ കാര്യം ഞാൻ പറഞ്ഞപ്പോഴാണ് ഗ്രാൻഡ് ഫാദർ എന്നോട് പറഞ്ഞത്, എന്താ, ഇവരുടെ അച്ഛൻ ചിലപ്പോൾ ആ വൈറ്റ് റാറ്റായിരിക്കുന്നു, ആ വെള്ള എലിയായിരിക്കും ഇവരുടെ അച്ഛൻ എന്ന് പറഞ്ഞത്. Rats and squirrels were related to each other, he said, and so it was quite possible for them to have offspring, in this case white squirrels. അതായത് എലികളും അണ്ണാനും പരസ്പരം ബന്ധമുള്ള ജീവികളാണെന്ന് മുത്തശ്ശൻ പറഞ്ഞു. അവർക്ക് പരസ്പരം മക്കൾ ഉണ്ടാക്കാനും സാധ്യതയുണ്ടെന്ന് മുത്തശ്ശൻ പറഞ്ഞു. അപ്പോൾ ഈ കാര്യത്തിൽ വെളുത്ത അണ്ണാൻകുഞ്ഞുങ്ങൾ ഒരു തീരുമാനമായി. അതായത് അങ്ങനെയാണ് ഈ വെളുത്ത അണ്ണാൻകുഞ്ഞ് ഉണ്ടായെന്നാണ്
പറയുന്നത്. അതായത് ഈ വെളുത്ത അണ്ണാൻകുഞ്ഞുങ്ങൾ ഈ ഗ്രേ അണ്ണാൻ്റെയും വെള്ള എലികളുടെയും കുഞ്ഞുങ്ങളാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഷോർട്ട് സ്റ്റോറിയുടെ പ്രധാന മെസ്സേജ് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു. അതായത് പ്രകൃതിയും അതിലെ ജീവജാലങ്ങളും തമ്മിലുള്ളൊരു ബന്ധത്തെക്കുറിച്ചാണ് ഈ ഷോർട്ട് സ്റ്റോറി പ്രധാനമായിട്ടും പറയുന്നത്. അവ തമ്മിലുള്ള പരസ്പര സൗഹൃദവും അവ തമ്മിലുള്ള സർവൈവലിന് വേണ്ടിയിട്ടുള്ള, അതായത് അതിജീവനത്തിന് വേണ്ടിയുള്ള പോരാട്ടവും അതെല്ലാമാണ് ഈ ഷോർട്ട് സ്റ്റോറിയുടെ പ്രധാന തീം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഷോർട്ട് സ്റ്റോറി. താങ്ക് യു.